പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിച്ച്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, പണി നഷ്ടപ്പെട്ടവരുണ്ട്, പണി നഷ്ടപ്പെടുത്തിയവരുണ്ട്, പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മാതാവേ, അവരോട് കൂടെ പോവുകയും പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ, നിന്നിൽ ആശ്രയിക്കുന്നവന്
ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. വെള്ളമില്ലാത്തവർ ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾക്കതിനുള്ള യോഗ്യത ഉണ്ടാകും ചിന്തിക്കണം. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന മുമ്പ് നിൽക്കണം, നിങ്ങൾക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാ അച്ഛനല്ലേ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അൾത്താറയിലോട്ട് പറഞ്ഞു വരേണ്ടത്, ആ അച്ഛൻ തന്നെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഈ തോട്ടിയിട്ട് പുറകോട്ട് വലിക്കണത്? അതല്ല പ്രശ്നം. ഇങ്ങനെ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നവർക്ക് ഒരു രോഗമെന്ന് വിചാരിച്ചോ, രോഗം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇന്ന് ഞാൻ പള്ളിയിൽ പോയില്ല, ഇന്ന് എനിക്ക് മേലായിരുന്നു, കർത്താവിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ രോഗം മാറ്റി എന്നെ കൊണ്ടുപോയനല്ല. അതായത് നമുക്കൊരു ചെറിയ ക്ലേശം വന്നപ്പോൾ ഉടനെ കർത്താവിൻ്റെ ആവശ്യമായി നമ്മൾ പള്ളിയിൽ ചേരണത്. എന്നുവെച്ചാൽ അവരൊരു പരിഭവം പറയണേ. എൻ്റെ മക്കളെ, എന്തെങ്കിലും തരത്തിൽ പെറുപെറുപ്പ, ഏതെങ്കിലും ഇപ്പം ദൈവത്തോട് ഏതെങ്കിലും വിഷയത്തിൽ പെറുപെറുത്ത് പോയാൽ ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഏണിയും പാമ്പും കളി പോലെയാണ്. ഏണിയും പാമ്പ് കളിയിൽ 6, 2, 3 എന്നൊക്കെ പറഞ്ഞ് കുത്തുകളുള്ള പുള്ളിയില്ലേ, അപ്പോൾ അത് നമ്മളിങ്ങനെ ഇട്ടിട്ട് കഴിയുമ്പോൾ ഒരു 5 വീഴും, മറിഞ്ഞു വരും 5. 5 നമ്മൾ 1, 2 എന്നും പറഞ്ഞ് നമ്മുടെ ഇതെടുത്ത് നമ്മുടെ കോയിനെടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ 5 ആകുമ്പോൾ ഒരു ഏണി കിടക്കും. ഏണി പോയി 98 നിൽക്കും. വെറും 5 ഇട്ടതേ ഉള്ളൂ. നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ഒരു കയറ്റം വരും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഡിവൈഡ് ഓഫ് അവർ ഇൻട്രസ്റ്റ്, നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഓർത്തിട്ടല്ല, ദൈവത്തെ ഓർത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗ്രാഫ് ഉയരണ കാണാം. പിന്നെ നമ്മളിങ്ങനെ പൊള്ളിവെച്ചാൽ ഒരെണ്ണം ഇട്ടാൽ മതി. ഇട്ടുമ്പോൾ ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കിട്ടിയപ്പോൾ 98 99 കയറും. അപ്പോൾ അവിടെ പാമ്പ് ഇരിക്കണ കാണാം. അവൻ കൊത്തിക്കൊണ്ടുവന്ന് 2 കൊണ്ടുവന്ന് വെക്കും. തീർന്നു. അതെന്താ കാര്യം? ഒരു പരിഭവം മതി. അതാണ് വിഷയം, പരിഭവം. പല ആൾക്കാരും പണിമേടിക്കണ പെരുപെരുപ്പും പരിഭവം കൊണ്ടാണ്. പെരുപെരുപ്പും പരിഭവം എന്തിനാണ്? വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു സാധനമാണ് ഈ പെരുപെരുപ്പും പരിഭവം എന്ന് പറയുന്നത്. എന്നാൽ 98% ആൾക്കാർക്കും പെരുപെരുപ്പും പരിഭവമുണ്ട്. പ്രത്യേകിച്ച് വലിയ ആധ്യാത്മികമായ ജീവിതം ജീവിച്ച് കൂട്ടുന്ന ആൾക്കാർ എന്ന് അവർ സ്വയം കരുതുന്ന ആൾക്കാരില്ലേ, അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഇത്രയുമൊക്കെ ദൈവമെന്നും പറഞ്ഞ് നടന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചല്ല, കുറേ ഒഴിവാക്കിയല്ല, ഞാൻ കുറേ പേരോട് ക്ഷമിച്ചല്ല, ഞാൻ കുറേ കാര്യങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തല്ല, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്താ ഇതുപോലെയുള്ള ക്ലേശങ്ങൾ മാറണമെന്ന് മകൻ കൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ മനസ്സിൽ വിചാരിച്ചാൽ മതി. ബൈബിളിൻ്റെ ഏറ്റവും വലിയ ഗതികേട് മനസ്സിൽ വിചാരിപ്പുകാർ കെണി വീണതാണ്. മനസ്സിൽ വിചാരിച്ച കെണിയിലായിപ്പോവും. അപ്പോൾ ഇത് ആ മനസ്സ് മലീമസമായ മനസ്സാണ്. അതുകൊണ്ടാണ് ആ മനസ്സിൽ അങ്ങനെ വിചാരം വേണ്ടത്. കർത്താവിൻ്റെ സുവിശേഷത്താൽ പരിശുദ്ധമായിട്ടുള്ളൊരു മനസ്സല്ലത്. അത് ലോകാരൂപികാലും ലോക നേട്ടങ്ങളാലും കൊളസ്ട്രോൾ പിടിച്ചൊരു മനസ്സാണത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ,
കാരണം നമുക്കൊരു ക്ലാസ് ഇപ്പോൾ ഞങ്ങളൊക്കെ എനിക്ക് ആവശ്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കുറേ ടെൻഷൻ പിടിച്ചുള്ള കുറേ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിഡ്നിയുടെ അസുഖമൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾക്ക് കിഡ്നിയുടെ അസുഖമല്ലേ വന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡയറ്റൊക്കെ കീപ്പ് ചെയ്ത് പോയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോകാൻ? ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പം എനിക്ക് പനി വരും. എന്നാൽ ഞാൻ ഒരു 30 ദിവസം ആൾക്കാരെ തന്നെ ഉണ്ടല്ലോ കർത്താവിൻ്റെ ജോലി ചെയ്യണത്. ഞാനിങ്ങനെ വീഴുമ്പോഴൊക്കെ ഒരിക്കലും കർത്താവിനൊരു വാക്കും പറയത്തില്ല. കാര്യം എന്താണെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുർബാന കയ്യിലെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വൈദികൻ എന്താ പറയണത്? ദിസ് ഈസ് മൈ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീഡിത ശരീരമാണ്, മുറിക്കപ്പെട്ട ശരീരമാണെങ്കിൽ അത് ആരുടെ ബോഡിയാണ്? കർത്താവിൻ്റെ ശരീരമാണ്. ഒരു വേദനപ്പെട്ട ശരീരമാണെങ്കിൽ അതാരാണ്? കർത്താവിൻ്റെ അപ്പമാണ് വേദനപ്പെട്ട ശരീരം എന്ന് പറയുന്നത്. നമുക്കൊത്തിരി കാലം ഇങ്ങനെ സഹിച്ചു പോകാൻ പാടായിരിക്കും. എന്നാലും വേദനപ്പെട്ട ശരീരം ഒരു നിമിഷം പറഞ്ഞാൽ ഇത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈശോ അപ്പം നമ്മളെ കുർബാന അപ്പമാക്കി മാറ്റും. ഈശോ അവിടെ ഇരുന്നേച്ചും പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന്. അതാണ് വിഷയം. ആ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം വഴക്കിട്ട് പറഞ്ഞില്ലേ. എന്താ കാര്യം എന്നറിയാമോ? ഡെയിലി കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത ആദ്യം മേടിക്കണം. അല്ലാതെ ഒബ്സഷനായിട്ട് പോകരുത്. ഈ ഒബ്സസീവ് കമ്പൽസീവ് റിയാക്ഷൻ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഏതാണ്ട് അനാമത്ത് സംഭവിച്ച പോലെ തോന്നിയില്ല. അത് മാനസിക രോഗമാണ്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒബ്സഷൻ ഉണ്ടായിന്, ആ ഒബ്സഷൻ തന്നെ നമ്മളെ കമ്പൽ ചെയ്യുന്നുണ്ട്. അതാണ് ഒബ്സസീവ് കമ്പൽസീവ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്പാകും. അത് ഒബ്സഷനാണ്, മാനസിക രോഗമാണ്. വലിയ ഭ്രാന്തൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ തരം സൈലൻ്റ് ഭ്രാന്താണ്. അങ്ങനെ ഒരു സാധനത്തിനും നമ്മൾ അടിമപ്പെടരുത്. അടിമപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്? ആദ്യം തന്നെ ചെയ്യേണ്ട ഇതാണ്. ഇപ്പം ഇന്നെനിക്ക് പോകത്തില്ല, ഇന്നെനിക്ക് പീരീഡ്സാണ്, ആ പൈസ 3 ദിവസമായി, ഞാൻ എനിക്ക് പീസായില്ല, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഉടമ്പടി ഉപ്പും തേച്ച് ഉടമ്പടി തൈലവും തേച്ച്, എന്നിട്ടും എൻ്റെ പീസ് മാറുന്നില്ലല്ലോ എന്നിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരിക്കൽ പറഞ്ഞാൽ പോലും പറയല്ല വേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മയില്ലേ അതെടുത്ത് കൊളോസോസ് 1:24. കൊളോസോസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ പോരായ്മ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നികർത്തേണ്ടതാണ്. അങ്ങനെ നികർത്തി കഴിഞ്ഞത് ദൈവം തോന്നിക്കഴിഞ്ഞാൽ ഈശോയ്ക്ക് അത് സത്യസന്ധമായിട്ടാണ് സമർപ്പണമെന്നുണ്ടെങ്കിൽ ഈശോ പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന് പറയും. എന്താ കാര്യം? നമ്മൾ പറഞ്ഞു ഈ സകലം ഞാൻ കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് വെക്കണം എന്ന് പറയുമ്പോൾ ഈശോ പറയും ദിസ് ഈസ് മൈ ബോഡി. അപ്പോൾ നമ്മളാരായി മാറും? ദൈവം ഇപ്പോഴും എടുത്തുയർത്തി പരപിതാവിന് അർപ്പിക്കുന്ന കുർബാന അപ്പമായിട്ട് നമ്മൾ മാറും. ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ, അതൊരു പുണ്യമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സജിനി ജോസ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ്, അത് എൻ്റെ മകൻ നിതിൻ ജോസ്. ഞങ്ങൾ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റുള്ള മണ്ണാർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞങ്ങളുടെ ഇടവക ചെങ്ങലേരി സേക്രഡ് ഹാർട്ട് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ അല്ല ആദ്യമായി ഉടമ്പടി എടുത്തത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മകനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അവന് കിട്ടിയ അനുഗ്രഹം ഞാൻ അവൻ തന്നെ പറയും. എൻ്റെ പേര് നിതിൻ. 2023 മാർച്ച് ഏപ്രിലാണ് ഞാൻ +2 പാസ് ഔട്ടായത്. +2 കഴിഞ്ഞ് അബ്രോഡ് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ 2024 ഫെബ്രുവരി ഇൻടേക്കിൽ ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ഉള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ 2024 ഫെബ്രുവരി പ്രോസസ്സ് വളരെ തടസ്സങ്ങളുണ്ടാവുകയും എനിക്ക് ആ ഒരു ഇൻടേക്കിൽ പോകാൻ സാധിക്കാതെയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ 2024 മമ്മിയുടെ ഫ്രണ്ട്സ് വഴി കൃപാസനത്തെക്കുറിച്ച് അറിയുകയും 2024 ഏപ്രിൽ 6 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുക്കുകയും
അതിനുശേഷം ജൂലൈ ഇൻടേക്കിലോട്ടുള്ള പ്രോസസ്സുകൾ തടസ്സങ്ങളില്ലാതെ നിറവേറ്റുവാൻ പരിശുദ്ധ അമ്മയും ഈശോ മിശിഹായും എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ ജൂലൈ 27-ാം തീയതി ഓസ്ട്രേലിയയിൽ എത്തുകയും അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി 3 സെമസ്റ്റർ കഴിഞ്ഞു. പരീക്ഷകളിലും എല്ലാത്തിലും ഈശോയും അമ്മയും എനിക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടാക്കി തന്നിട്ടില്ല. അതിന് ഈശോയോടും അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എപ്പോഴും ഉപയോഗിക്കും. രാവിലെയും വൈകുന്നേരവും നെറ്റിയിൽ തൈലം തേച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്ത് വിഷമസന്ധിയിലും ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പരിശുദ്ധ അമ്മ എനിക്ക് ദർശനത്തിൽ വന്നു. ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന് ഒന്നും പോകാൻ ശരിയാകുന്നില്ല. 1 വർഷമായിട്ട് ഇവനൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മ ആകാശത്ത് പരിശുദ്ധ അമ്മയെ ഞാൻ കാണപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ എന്തായാലും ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന്. അത് പരിശുദ്ധ അമ്മ അവിടെ എത്തിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ ഞാൻ 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, കൊച്ചിന് എന്നാ ഉടമ്പടിയിൽ നിയോഗം വെക്കേണ്ടതെന്ന്. അവൻ പറഞ്ഞു, മമ്മി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപാവരം ലഭിക്കാനും നല്ലൊരു ജോലി കിട്ടാനും സഹായിക്കണമെന്ന് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ ഈ 2 നിയോഗങ്ങളും എഴുതി. പരിശുദ്ധ അമ്മ ഇവനെ കൃപാസനത്തിൽ എത്തിക്കുകയും നല്ലൊരു ജോലി തടസ്സമുണ്ടായിരുന്ന നല്ലൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ 17 വർഷമായി ഇറ്റലിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാൻ ജോലിയില്ലാതെ കൊണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷന് എഴുതി കൊടുക്കുകയും ഞാൻ നോർത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെന്നെ 2 മാസം കൂടുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടും ഇരുന്നു. അപ്പോൾ എനിക്ക് ഇതിനിടയ്ക്ക് UK പോകുവാനും അതിനുശേഷം ഇറ്റലിക്ക് വന്ന് ഒക്ടോബർ 23 എനിക്ക് ഡേറ്റ് അവർ തരികയും ചെയ്തു. ഞാൻ ഒക്ടോബർ 23 ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ മേഡം എനിക്ക് പരിശുദ്ധ അമ്മ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെയാണ് തോന്നിയത്. കാരണം ഞാൻ ആ മേഡത്തിൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പ് കുരിശ് വരച്ച് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടെന്ന് ഞാൻ മുറുകെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ആ മേഡം എന്നോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും പോക്കോ, തിരിച്ച് ഏത് സമയത്ത് കയറി വരുന്നോ അന്നേരം മാത്രം നിങ്ങൾ ഞങ്ങളെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്താൽ മതിയെന്ന്. പക്ഷേ ഞാൻ നിയോഗത്തിനകത്ത് 1 ഇയറാണ് വെച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് 679 ദിവസമായിട്ട് അതെനിക്ക് ഉയർത്തി തന്നു. അതുപോലെ എൻ്റെ ജോലി, ഞാൻ നാട്ടിൽ വന്നിട്ട് 9 മാസമായി. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം. ഞാൻ അമ്മയോട് ചോദിച്ചു, പരിശുദ്ധ അമ്മേ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? എനിക്ക് ഇറ്റലിക്ക് ഒരു 3-4 മാസത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മയുടെ അഭിപ്രായം എന്താ? പരിശുദ്ധ അമ്മ എനിക്ക് അടയാളങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ വിടുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ ഓഗസ്റ്റിൽ ഏത് ഡേറ്റിലാണ് പോകേണ്ടത്? അമ്മ എനിക്ക് 9 എന്ന അക്കം കാണിച്ചു തന്നു. പച്ചത്തിരിയിലാണ് കാണിച്ചു തന്നത്. അപ്പം എൻ്റെ ധാരണ ഞാൻ ഫ്ലൈറ്റ് എടുക്കേണ്ടത് 9-ാം തീയതി എന്നാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് 9-ാം തീയതിയാണ്. പരിശുദ്ധ അമ്മയുടെ കരുണ എന്ന് പറഞ്ഞാൽ നല്ലൊരു കരുണയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ പരിശുദ്ധ അമ്മ ഇത് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് എനിക്ക് അറിയണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. പരിശുദ്ധ അമ്മ മഴവില്ലിലെ, ദർശനത്തിലെ, തിരിയിലെ, പച്ചത്തിരിയിലെ, നീലത്തിരിയിലെ എല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അറിയിക്കുന്നുണ്ട്. അത് ഇന്നലെയും കൂടി എനിക്ക് നീലത്തിരിയിൽ ഫ്ലവർ വന്നായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ മതി, അമ്മ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ തിരിയിൽ അമ്മയുടെ പ്രസൻസ് അന്നേരം അറിയിക്കും. എൻ്റെ ഹസ്ബൻഡിന് MRI സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് സ്പൈനൽ കോഡ് ബൾജിങ് ആയി, നെർവ് കംപ്രഷനായി, കാലുവേദന തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ദിവസം അവിടെ അഡ്മിറ്റ് ആകണമെന്ന്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആകുന്നതിന് മുന്നേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഹോസ്പിറ്റലിൽ പോരാൻ ഞങ്ങളുടെ കൂടെ ആരുമില്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മാതാവ് തിരിയിൽ കാണിച്ചു തന്നു മാതാവിൻ്റെ രൂപം. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ ചെന്ന് 4-ാം ദിവസം എൻ്റെ ഹസ്ബൻഡിന് വെളുപ്പാങ്കാലത്ത് നട്ടല് ആരോ പിടിച്ചു കുലുക്കി ശരിക്കും ഇടുന്നത് പോലെ. അപ്പോൾ ഇതിനു മുന്നേ മരുന്ന് ചെയ്തിട്ടൊന്നും മാറിയില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ആ സ്പർശനം അവിടെ നടന്നപ്പോഴത്തേക്ക് ഇന്ന് ഈ നിമിഷം വരെ അവിടെ ഒരു വേദനയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല.
പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴി വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസായി ഇടാറുണ്ട്. അതുപോലെ ധ്യാനം, ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ധ്യാനം ഞാൻ സ്റ്റാറ്റസായി ഇടാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, എനിക്ക് ഈ അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാനൊരു തുക പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിത് തരുവാണെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്, എന്നിരുന്നാലും ഞങ്ങൾ പൊതിച്ചോറിന് ക്യാഷ് കൊടുക്കാറുണ്ട്. അതുപോലെ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് ഞങ്ങൾ കെട്ടാറുണ്ട്. അത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പൊതിച്ചോറ് കെട്ടാൻ. മോൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പൊതിച്ചോറ് കെട്ടുന്നത്. ഞങ്ങളവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേറെ ആൾക്കാർ ചോറ് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളതും വിതരണം ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ 4:30 എണീറ്റ് പ്രാർത്ഥനയും ബൈബിളും വായിച്ചതിന് ശേഷമാണ് 5:30 ഡെയിലി ബ്രെഡ് കൂടാറ്. അതുപോലെ 15 ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. ദിവസവും കഴിവിൻ്റെ പരമാവധി മുടക്കാതെ ഞങ്ങൾ വിശുദ്ധ കുർബാന കൂടാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പച്ചനും കോടാനുകൂടി നന്ദി പറയുന്നു. കുടുംബത്തിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥന ഞങ്ങളിപ്പോൾ മുടക്കാറില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്. അതുപോലെ ബൈബിൾ വായനയും എല്ലാം ഉണ്ട്. ബൈബിൾ വായനയുണ്ട്, സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഒന്നും ഇടാതെ കൊണ്ട് കേൾക്കാറുണ്ട്. അതുപോലെ ചൊവ്വാഴ്ചത്തെ ഓടമ്പടി ധ്യാനം മിസ് ചെയ്യാറില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോ അപ്പച്ചനും അമ്മയ്ക്കും ഒരിക്കൽ കൂടി കോടാനുകൂടി നന്ദി പറയുന്നു. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം 19-ാം വചനമാണ്. പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദിയും ഉണ്ടാക്കുന്ന ഒരു ദൈവം. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതം മരുഭൂമി പോലെ വരേണ്ടതാവാം, വഴിയില്ലാത്തതും പ്രതീക്ഷയില്ലാത്തതുമായി തോന്നാം. പക്ഷെങ്കിൽ ഉടമ്പടിയിലൂടെ ദൈവം പറയുന്നത് ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു എന്നാണ്. മനുഷ്യന് അസാധ്യമായെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവം പുതിയ വഴികൾ തുറക്കുകയും അനുഗ്രഹത്തിൻ്റെ ഉറവുകൾ ഒഴുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടിയിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ പരാജയങ്ങളാവാം, രോഗാവസ്ഥകളാവാം, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ നിരാശപ്പെടാം. ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ പഴയ വേദനകളിൽ തങ്ങി നിൽക്കാതെ ഉടമ്പടിയിൽ കൂടി ദൈവം ഒരുക്കുന്ന പുതിയ അവസരങ്ങൾ സ്വീകരിച്ച് പുതിയ വാതിലുകൾ തുറന്ന് ആത്മീയ പാതയിൽ പരിശുദ്ധ അമ്മയോട് കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഒരു പുതിയ ഉണർവ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് സജിനി ജോസ് എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായി ഈ കുടുംബത്തിൽ മകനാണ് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെപ്പറ്റി അറിയുകയും ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ആഗ്രഹത്തോടെ മകൻ വളരെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. 1 വർഷത്തോളവും തടസ്സങ്ങൾ മാറുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള വിസിറ്റിംഗ് വിസ റെഡിയാവുകയും പിന്നീട് എല്ലാ കാര്യങ്ങളും ഈ മകൻ്റെ കാര്യത്തിൽ ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടൽ, പുതിയ ഒരു വഴിയാണ് ഈ മകന് തുറന്നു കൊടുത്തത്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് അങ്ങനെ മകൻ ഓസ്ട്രേലിയക്ക് പോയി. പിന്നീട് ഒരു ജോലിയുടെ കാര്യമാണ്, അത് നിയോഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ജോലി നൽകി അവിടെ ഈ മകനെ അനുഗ്രഹിക്കുകയാണ്. പിന്നീട് അമ്മ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. വന്നപ്പോഴും ഈ അമ്മയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. മകനോട് ചോദിച്ചപ്പോൾ എന്താണ് നിനക്ക് വേണ്ടി എഴുതേണ്ടതെന്ന്, മോൻ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ മോൻ പറഞ്ഞത് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കൊച്ചുമക്കൾ ഉടമ്പടിയിലേക്ക് കാല് വെച്ച് ചുവട് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലുള്ള ആഗ്രഹം പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മയോട് നിയോഗം എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അങ്ങനെ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് ഈ അമ്മയും ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാവാം ഒരുപക്ഷെ ഈ മകന് പെട്ടെന്ന് ഒരാഴ്ച ലീവ് കിട്ടുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ
അമ്മയോട് ചേർന്ന് നിന്ന് ഇവിടെ വന്ന് തന്നെ പ്രാർത്ഥിക്കാൻ ചെയ്യുകയും സാധിച്ചത്. അങ്ങനെ ഉടമ്പടി പുതുക്കി മോൻ തിരിച്ചുപോയി ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. നഴ്സിംഗ് സ്റ്റഡിയും കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ 3rd സെമസ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതും എല്ലാ കാര്യങ്ങളിലും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉടമ്പടിയിലെ കൊച്ചുമക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും കൈവിടാതെ മുന്നോട്ട് നയിക്കുന്ന മക്കളെ പറ്റിയാണ് സാക്ഷി നാം കേട്ടത്. പിന്നീട് സ്വജനി തന്നെ അവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 17 വർഷത്തോളം ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ഈ മകൾക്ക് അൺഎംപ്ലോയ്ഡ് പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ അവിടെ ചെന്നപ്പോൾ, അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓഫീസിൽ പോയപ്പോഴൊക്കെ മാധവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ മകൾ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു സോഫ്റ്റ് സ്പോക്കൺ ലേഡീനെ കാണുവാൻ സാധിക്കുകയും അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അതുതന്നെയുമല്ല, പിന്നീട് തിരിച്ചു വരികയും അവിടെ വീണ്ടും ഇറ്റലിയിൽ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ 9 എന്ന നമ്പർ സായാഹ്ന പ്രാർത്ഥനയിൽ പച്ചതിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് 9 എന്ന അക്കം. ആ നമ്പർ അത്രയും പെട്ടെന്ന് തന്നെ ക്ലിയറായിട്ട് വന്നപ്പോൾ ഈ സഹോദരി വിചാരിച്ചത് 9-ാം തീയതി എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇറ്റലിക്ക് പോകാൻ എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ 9-ാം തീയതി ഫ്ലൈറ്റില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അത് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 9 എന്ന് അമ്മ നേരത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെന്ന്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഡിസംബർ 7-ാം തീയതി 2004 ഉച്ചകഴിഞ്ഞ് 2:30 അമ്മ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് വന്നത്. ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ മെസ്സേജുമായിട്ടാണ് വന്നത്. വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നേരിട്ട് മുന്നേ പറയുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ഈ മകളുടെ ജീവിതത്തിൽ മെഴുതിരിയിലൂടെ കാണിച്ചു കൊടുത്ത ആ ഡേറ്റ്, വരാൻ പോകുന്ന ആ നല്ല കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞു കൊടുത്തത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വഴികളാണ്. മഴവിലിൽ കൂടെയും മെഴുതിരിൽ കൂടെയും അമ്മയുടെ സാന്നിധ്യം, മകനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. അങ്ങനെയുള്ളൊരു ബോധ്യമാണ് ഈ മകൾക്കും കിട്ടിയത്. ഓഗസ്റ്റ് 9-ാം തീയതി തന്നെ 9 എന്ന ഡേറ്റ് മെഴുതിരിൽ കാണിച്ചത്. പിന്നീടാണ് ഈ മകൾക്ക് മനസ്സിലായത് 9-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യേണ്ട ഡേറ്റാണ് അമ്മ എനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്നതെന്ന്. അങ്ങനെ സന്തോഷത്തോടെ ഓഗസ്റ്റ് 9-ന് ജോലിക്ക് ജോയിൻ ചെയ്യുവാനായിട്ടുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ കുടുംബം അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. പിന്നീട് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ കാലുവേദന, അതായത് സ്പൈനൽ കോഡ് ബൾജിങ്ങും അതിൻ്റെ ഫലമായിട്ട് നെർവ് കമ്പൾഷനായി, പിന്നെ കാലിൻ്റെ വേദന വളരെ കഠിനമായ വേദനയായിരുന്നു. 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ 4-ാം ദിവസം അവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അമ്മ തന്നെ അമ്മയുടെ പ്രസൻസ് അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് രാവിലെ മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അന്ന് രാത്രിയിൽ 4-ാം ദിവസം രാത്രിയിൽ ആരോ പിടിച്ചു കുലുക്കുന്നത് പോലെ ഈ സഹോദരന് ഫീൽ ചെയ്യുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ വേദനയില്ല. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയാലാണ് ആ രോഗസൗഖ്യം ലഭിച്ചു എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ മഴവില്ലിൻ്റെ രൂപത്തിൽ മെഴുകുതിരിയിൽ മറ്റുള്ളവരിൽ കൂടിയ ഏത് രീതിയിൽ നമ്മൾ എപ്പം ചോദിച്ചാലും അമ്മ എൻ്റെ കൂടെ ഉണ്ടോ, അമ്മ വരുന്നുണ്ടോ കൂടെ, ഓരോ ദർശനത്തിൽ കൂടെ അമ്മ തന്നെ ദർശനത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പ്രസൻസിൽ കൂടെ മെഴുകുതിരിയിൽ കൂടെ എല്ലാം അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വചനം പറഞ്ഞ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കേട്ട വചനവും അത് തന്നെയാണ്. പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കാൻ നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ്. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ കൂടി ചേർന്നാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികൾ ദൈവം പുത്തൻ വഴികൾ തുറക്കുവാനും നമ്മുടെ വരണ്ട ഹൃദയത്തിൽ അവിടുത്തെ കൃപയുടെ നദികൾ ഒഴുക്കി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അവിടുത്തെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സജിനി ജോസിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വം